ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്രെയിൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ എടുക്കുന്നത് ഒരു റാബിറ്റിനെയാണ് ഗായ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ സ്ക്വയർ ആയിട്ട് ഫോൾഡ് ചെയ്യണം ഗായ്സ്. കണ്ടോ ഗൈസ്, ഇങ്ങനെ അടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊരു സ്ക്വയർ ആക്കണം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം ഗൈസ്. ബാക്കി ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ബോക്സ് ആക്കി എടുത്തു. ഇനിയും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നടുക്കായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യണം. നടുക്കായിട്ട് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം ഗൈസ്. ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. നടുക്ക് കറക്റ്റ് നടുക്ക് വരണം ഗൈസ്. അപ്പൊ അത് വീണ്ടും അൺഫോൾഡ് ചെയ്യണം. അപ്പൊ ഈ നടുക്കത്തെ ഭാഗം വെച്ച് ഈ രണ്ട് ഭാഗവും കൂടെ ആ സെന്ററിന്റെ ആ ഭാഗം വെച്ച് മടക്കണം. എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് കണ്ടിട്ട് ഇങ്ങനെ ഈ നടുക്ക് ഭാഗം വെച്ച് ഇങ്ങനെ മടക്കണം. ഈ ഭാഗം കൂടെ അങ്ങനെ മടക്കണം. അപ്പൊ നമ്മൾ അങ്ങനെയും കൂടെ മടക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ കളി ഇറങ്ങുന്നത്. നമ്മൾ ഇങ്ങനെ ആക്കണം ഗൈസ്. ഇങ്ങനെ കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെ മടക്കണം. അങ്ങനെ രണ്ട് സൈഡും മടക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ ഭാഗം കൂടെ അങ്ങനെ ആക്കി എടുക്കണം. കണ്ടില്ലേ ഗൈസ്, ഇപ്പൊ രണ്ട് ഭാഗം നമുക്ക് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം അൺഫോൾഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പുറകിലോട്ട് ആക്കിയിട്ട് പുറകിലോട്ട് ആ ഒരു ലൈനിൽ തന്നെ അങ്ങ് മടക്കണം ഗൈസ്. പുറകിലോട്ട് ആക്കിയിട്ടതിന് ശേഷം വേണം ഗൈസ്. അപ്പൊ അത് രണ്ട് സൈഡിലും ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും അൺഫോൾഡ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം എടുക്കണം. ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മടക്കണം. ഇതിങ്ങനെ പുറകിലോട്ട് കൊണ്ടുവരുമ്പം ഇതും കൂടെ വരുവാണെങ്കിൽ ഇതാണ്ട് ഈ ഒരു ഭാഗം ഇല്ലേ, ഇതാണ്ട് ഇങ്ങനെ വരുന്ന ഭാഗം, അത് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കണം ഗൈസ്. അത് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കണം. അതും ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും നമുക്ക് പറ്റും. ഗൈസ്, നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തായിരുന്നു. അതെന്ന് പറയുമ്പം നമ്മളിങ്ങനെ അടച്ചെടുക്കുന്ന ഭാഗമാണെങ്കിൽ ഈ ഭാഗം അടിയിലോട്ടാക്കുമ്പം നമുക്ക് ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും. അപ്പം ഈ ഭാഗം എന്ന് പറയുന്നത് തുറന്ന് കിടക്കാത്ത ഭാഗത്തിലാണ് ചെയ്യേണ്ടത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് തുറന്ന് കിടക്കുന്ന ഭാഗം നമ്മൾ ആ ബോക്സ് ആ ഒരു ഡയമണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കണം. ഇത് വേറെ ഇത് വേറെ, അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഗൈസ്, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടില്ലേ, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ചരിച്ചെടുക്കണം. ഈ രണ്ട് ഭാഗത്തും അത് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കണം. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കിട്ടും ഗൈസ്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ആ സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം നമ്മൾ ഇത് നേരെ മിഡിലായിട്ട് ഒന്ന് ഈ മണ്ടേ വരുന്ന ആ ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ ഒന്ന്
മടക്കണം. അതിനുശേഷം നമ്മളാണെങ്കിൽ ചെയ്യേണ്ടത് കണ്ടില്ലേ ഗൈസ്, ഇത് പിടിച്ചിങ്ങനെ മടക്കണം. കണ്ടില്ലേ ഗൈസ്, ഇത് പിടിച്ചിങ്ങനെ മടക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തുറന്ന് നോക്കണം. അപ്പോൾ റാബിറ്റിൻ്റെ തലയായി. അപ്പോൾ ഗൈസ് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാലുണ്ടാക്കണം. അതിനു വേണ്ടി നമ്മൾ കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെ വളച്ച് കൊണ്ടുവരണം. അതിനുശേഷം നമ്മളിത് അൺഫോൾഡ് ആക്കിയിട്ട് ഈ നടുക്ക് വരുന്ന ഭാഗമില്ലേ, അത് നമ്മൾ ഇങ്ങനെ പിടിച്ച് താഴോട്ട് കൊണ്ടുവരണം ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങനെ അകത്തോട്ട് കയറ്റി ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇവിടെ ഇത് ഇച്ചിരി കൂടെ ചരിച്ച് വെക്കാൻ വേണമെങ്കിൽ നമുക്ക് തല ഇച്ചിരി ചരിച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഭാഗമില്ലേ, ഈ ഇയേഴ്സിൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് ഇച്ചിരി നല്ലപോലെ ഇങ്ങനെ ആക്കി വെക്കാം ഗൈസ്. അപ്പം ഇങ്ങനെ ഒരെണ്ണം കിട്ടും. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ കണ്ണും വായും വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ പേനയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പേന വെച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഭാഗവും അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റാ.